ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. അങ്ങനെ ഓണം വെക്കേഷനും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി വീണ്ടും ക്ലാസ്സിലേക്ക് പോണ പോക്കാണ് ഈ കാണുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഓണം വെക്കേഷനും പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു എല്ലാവരും. ഞാനും അൽഫിനാണ് മെട്രോ കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ് ക്ലാസ്സിൽ പോകാൻ വേണ്ടി. അങ്ങനെ മെട്രോയും വന്നു, മെട്രോയിലും കയറി ഇരുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ലക്ഷ്മി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് ഗൈസ്, അങ്ങനെ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ക്ലാസ്. ഓണാവധി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പിന്നെ വീണ്ടും പഠിത്തം. നിങ്ങളെല്ലാം ഓണാവധി കഴിഞ്ഞ് ക്ലാസ്സിൽ പോയി തുടങ്ങിയെന്ന് എനിക്കറിയാം. എൻ്റെ അനിയനും കൊണ്ട് എല്ലാവർക്കും ബാക്ക് ടു നോർമൽ ലൈഫ്. എല്ലാവരും ഓണം ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. എന്തിനാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഓണം അടിപൊളിയായിരുന്നു? എൻ്റെ പിന്നെ അലമ്പാണ്. എന്താണാവോ എന്തോ. അപ്പോൾ വഴിയെ കാണാം. അൽഫിൻ്റെ കാർഡ് വർക്ക് ചെയ്യാണ്ട് അവൻ കുടുങ്ങി കിട്ടി. തുറന്നു. ഏത് സാരമില്ല, വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കണം. ക്ലാസ്സിൽ തന്നെ വല്ലപ്പോഴും കറങ്ങി നടക്കരുത്. അതെ, വരാതിരിക്കണേ എനിക്ക് കുഴപ്പമില്ല. അയ്യോ. ഹലോ മിസ്റ്റർ മാഡം, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പോലെ നിക്ക്, ഒരാളോട് വരാനുണ്ട്. നിന്റെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഇതാണോ നിന്റെ ഓണം? ലക്ഷ്മി സങ്കടത്തിലാണ്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ അല്ല അവളുടെ ക്ലാസ്. അവളുടെ ക്ലാസ് മാറ്റി. ഇപ്പൊ ഞങ്ങള് വേറെ ക്ലാസ്, ഇവള് വേറെ ക്ലാസ്. നീ ഏതാ ഏതാ ഏതാ? അതെ അതെ, ഇവനാ നിന്നെ ഒഴിവാക്കിയ മെയിൻ. ഞാൻ ആർക്കും മെസ്സേജ് അയക്കാറില്ല. എനിക്ക് അങ്ങനത്തെ ശീലമില്ല. മെസ്സേജ് അയക്കുന്ന പരിപാടി നമുക്കില്ല. നാണാണോ? നാണാണേ മെയിൻ. അവക്ക് സെൽഫിഷ് ആടാ, സെൽഫിഷ്. സെൽഫിഷ് കൈൻഡ് ഓഫ് ഗൈസ്. ഇത്ര നാണാണോ നിനക്ക്? മുഹമ്മത്തി പിടിച്ചാണേ പീഡന കേസിൽ പ്രതിയല്ല. എനിക്ക് വേറെ പണിയില്ലാത്തോണ്ടല്ലേ ഇതൊക്കെ ചെയ്യണേ. ശ്രീകൃഷ്ണൻ കണക്കാണ് ഗൈസ്. ക്ലാസ്സിൽ വന്നിരുന്ന സർക്കിൾ. ഫോൺ നോക്കാണ്ടിരുന്ന് പഠിക്കണേ ആയിരുന്നു. ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന വൈവയാണ്. ഇതാണ് ഞങ്ങൾക്ക് വൈവ. കണക്കാണ് മൊത്തം. മെയിൻ പഠിപ്പി 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 ഒരു ഹായ് പറഞ്ഞു. എല്ലാവരും ഇവനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വൈവയുടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണം എങ്ങനെയുണ്ടായിരുന്നു? ഓണം കല്യാണമൊക്കെ കൂടി അടിപൊളിയായോ? ഇൻസ്റ്റയിൽ കാണുന്നുണ്ടാവുന്നു പ്രവേശനം മൊത്തം. വെള്ളിയാഴ്ച കരഞ്ഞു എന്നൊക്കെ കേട്ട്. പിന്നെ കണ്ണിൽ നിന്ന് പനിനീരാണ് വന്നേ. അപമാനം. എന്നാലും മോശമായി പോയി കരഞ്ഞതൊക്കെ. ലൂസ് മോഷനാ? ഇമോഷൻ വന്നാലും ലൂസ് മോഷൻ വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? എന്തായാലും ഒന്നും കിട്ടിയല്ലോ കേട്ടോ. യൂട്യൂബ് റവന്യൂ ഒന്നും ഇല്ലടാ, ദാരിദ്ര്യ. നിന്നെ ആരോഗ്യം അത് പരിചയപ്പെട്ട് 2-ാം ദിവസം നിനക്ക് കിട്ടി തുടങ്ങിയതല്ലേ? അത് അവര് നിന്നെ അറിയില്ലല്ലോ. ക്ലാസ്സിലെ മെയിൻ ഏരിയയാണ് ഊക്കര. കിട്ടി വധിച്ച്
ഇത് കണക്കിടുവോളെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്താ നമുക്കും അറിയില്ല അല്ലേ. നമുക്ക് നാണാടാ കട്ടിങ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, ഡയറക്റ്റ് ഇടാ. പ്രണവിന്റെ ഡിമാൻഡാണോ? പ്രണവ് പറഞ്ഞു കൊടുത്തേ. ഇതിന്റെ ബാക്കി 85-75% ആണ് നമ്മുടെ ഇത് എക്സ്പെൻഡിച്ചർ. അപ്പൊ അതിന്റെ ബാക്കി എത്രയാ? 20, 15, 25. ഈ 20-നെ ഇവിടുത്തെ 25 4 കൊണ്ട് മൾട്ടിപ്ലൈ 100 വരും. അപ്പൊ അങ്ങനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ 80 കിട്ടുന്ന റേഷ്യോ 3 പേരുടെ സാലറിയുടെ റേഷ്യോ. ബ്രേക്കിന് വന്നപ്പോൾ പുതിയൊരു വ്ളോഗറിനെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞാൻ ഹായ് പറയില്ല. ന്യൂ വ്ളോഗർ, പേര് ഇഷാനി നന്ദന. നിനക്ക് എല്ലാവരെയും നടിയിട്ടില്ല ആൽഫിനെ? എല്ലാ പെൺപിള്ളേരും ഇവരെ തല്ലിയുണ്ട്. കിട്ടി, അടുത്തതും കിട്ടി. ഓണം എങ്ങനെയാണോ? നന്നായി. ചായ എടുത്താലും കിട്ടുവോ? ചായ എടുത്താലും കിട്ടുവോ? ചായ എടുത്താലും കിട്ടുമോ? നീയല്ലേ എടുത്ത സെർവർ? ഇന്ന് വെള്ള ചെലവാ, ഇന്ന് വെള്ള ചെലവാ. ആ ടെസ്ല ആ പറഞ്ഞല്ല എന്റെ ചെലവോ? അതെ, സാധനത്തിന് ചെലവ്. അതെ, വെയിറ്റ് പറഞ്ഞേ. നീ ഒരു 50 കിലോ ഉണ്ടാവും. 50 മുകളിലുണ്ടാവും നീ എങ്ങനെ പോയാലും. തടിച്ചി ആന്റിയാണ്. 10-26 വയസ്സുണ്ട്. കിളവേ. എല്ലാരും മുഖം പൊത്തി പിടിച്ചിരിക്കല്ലേ. ഹലോ ഗായ്. ഹായ് ഗായ്. ഓക്കെ, ഹലോ. എന്തെങ്കിലും പറ. സച്ചിൻ ദിസ് ഇസ് ചായ ടൈം. ചായ കുടിക്കാൻ എല്ലാവരും സമാധാനമായി നിൽക്കുന്ന ഒച്ചപ്പാടും ബഹളം മാത്രം. നല്ല ട്രാഫിക് അതിനിടയ്ക്ക്. ആഹാ, അന്തസ്. ചാവക്കാരനും ഗുരുവായൂരിനിടെ തെളിവ് കാണിച്ചല്ലോ. തെളിവ് സമ്മതിക്കില്ല. നല്ല സ്പർശൻ. ഇനി വല്ലതും പറയണ്ടോ? അങ്ങനെ ചായ കുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. നേരെ ക്ലാസ്. എങ്ങനെയുണ്ടോ ക്ലാസ്? കിട്ടു റൗണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഉറക്കം തോന്നി നേരെ ആകുമ്പോഴത്തേക്കും പറ്റില്ലാണ്ടാവും. ഇപ്പൊ റൗണ്ട് ആയതുകൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് കണക്കൊക്കെ ചെയ്ത് ചിൽ. അതെ, നിങ്ങൾ ഞങ്ങളുടെ റൗണ്ടിലേക്ക് വാ. ഇനി പോയി അടുത്ത കണക്കൊക്കെ ചെയ്യേണ്ട. വൈവയുണ്ട് ഗൈസ്. വൈവ എന്താവും എന്തോ. ഒന്നും നിന്നെ കട്ട് ചെയ്യാം, എന്തായാലും കട്ട് ചെയ്യാം. അതെ, വൈവേക്ക് ഒന്നും പഠിച്ചല്ല. എന്താവും എന്തോ കണ്ടറിയാം. ബൈ. വൈവയ്ക്ക് വേണ്ടിയുള്ള പഠിത്തത്തിലാണ് രണ്ടും കൂടി.
ഇവിടെ അത് മൈമയുടെ പഠിത്തത്തിലാണ് എല്ലാവരും ഭയങ്കര വൈമയുടെ പഠിത്തത്തിലാണ്. കൂട്ടത്തില് ഞാനും ഈ വൈവ ചോദിക്കും, പറഞ്ഞില്ലെങ്കിൽ പഠിക്കണം, പഠിച്ചിട്ട് വരാം. അങ്ങനെ വൈവ കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും ഇറങ്ങി. ആൽഫിനൊന്നും വൈവയ്ക്ക് പറഞ്ഞില്ല എന്ത് ചെയ്യാം, പഠിക്കണ പിള്ളേരെയൊക്കെ നമ്മൾ. അതെ, എന്തോ ഭാഗ്യത്തിന് പഠിച്ച ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചു, അത് ഞാൻ ഇറങ്ങാൻ പറ്റും. അവന്മാര് ഇതുവരെ കഴിഞ്ഞുള്ള അതിന് അവന്മാര് എല്ലാം പഠിച്ചു കഴിഞ്ഞ് ചോദ്യം ചോദിച്ച് അത് കേൾപ്പിച്ച ശേഷം മാത്രമേ വരും. നമുക്കപ്പോഴത്തേക്കും ലിഫ്റ്റൊക്കെ ഇറങ്ങി താഴ്ത്തു പോയി നിൽക്കാം. വൈവ എങ്ങനെ ഉണ്ടായിരുന്നു? കിട് പെട്ടെന്ന് പറഞ്ഞ് തീർത്തു. എനിക്കൊന്നും വൈവ ഉണ്ടായിരുന്നില്ലടി. ഇവള് പിന്നെ വേറെ കണക്ക് 20 into 70 എത്രയാ പറ നീ. നിന്റെ പാട്ട് കട്ടിയാ 140. കണ്ട പെമ്പിള്ളേരെ വായ നോക്കിക്കൊണ്ടിരിക്കുക. നീ കണ്ട പെമ്പിള്ളേരെ വായ നോക്കിക്കൊണ്ടിരിക്കുക. ഏതൊക്കെയോ പെമ്പിള്ളേരെ വായ നോക്കിക്കൊണ്ടിരിക്കുക രണ്ടും കൂടി. ഇത് നാണം ഉണ്ട് നിനക്കൊക്കെ. ഇനി അവനെ വായ നോക്കാൻ നീ പഠിപ്പിക്കണ. ഇവിടെ രണ്ടുപേരില്ലേ, അവളല്ലേ അവനെ വായ നോക്കാൻ പഠിപ്പിക്കുന്നു. ആ പെമ്പിള്ളേര് പോയപ്പോ അതെന്ന്. അതെ, അഹങ്കാരം. കഴിഞ്ഞ ദിവസം ഇവള് കരഞ്ഞു ഉത്തരം പറയാനിട്ട്. കഴിഞ്ഞ ദിവസം എന്നെ ഊക്കിയിട്ടാണ് ഇവര് വട്ടത്തിന് സർക്കിളാന്ന് പറഞ്ഞു വട്ടത്തിരുന്ന് കണക്ക് ചെയ്യാതെ വട്ടത്തിലിരുന്ന് ഊക്കുവാണ്. അതെ, ഇവന് പിന്നെ ഒരു 5-6 ചോദ്യം പറഞ്ഞില്ല, അതാണ് അവിടെ ഇരിക്കേണ്ടത്. കിട്ടിയില്ല. പിന്നെ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലടാ പൊക്കോളെ. ഇന്ന് പിന്നെ എന്തോ ഇതിന് ഞങ്ങള് 3 പേര് മാത്രം ആദ്യം ഇറങ്ങി. കംബാക്ക് അതൊക്കെ അത്രേ ഉള്ളൂ. ബൈ. നാളെ നീ പറഞ്ഞേടി. എന്നിട്ട് ശ്രീകൃഷ്ണനായി മാറി തോന്നുന്നു. എൽസേ എത്ര പ്രാവശ്യം കരഞ്ഞ് കാല് പിടിച്ചു നീ? ഇറങ്ങി പോരെ. ഇതൊക്കെ ഇവള് ഒറ്റാശം പോലും പറഞ്ഞില്ല, എന്നിട്ടും വിട്ടു. സാറിനെ കൊണ്ടാ എന്നെ കൊണ്ട് വയ്യ മോളെ, നിന്നെ കൊണ്ട് ഒക്കൂലെന്ന്. ആ സാർ നിൽക്കുന്നതാണ് ഞങ്ങളുടെ സാർ. പറഞ്ഞടി വൈവ. വിളിച്ചു പറഞ്ഞു ഞങ്ങളാണ് ഫസ്റ്റ്. ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളത്ര ഞങ്ങൾ ചെയ്യാറുള്ളൂ, ആവശ്യമില്ലാത്ത കാര്യങ്ങളോ ഞങ്ങളല്ല. ആകെ അറിയാവുന്ന 2 ചോദിച്ചു, അത് കൃത്യം പറഞ്ഞു ഞാൻ. പഠിപ്പികൾക്ക് എന്തോ ആവാലോ. ആയിക്കോട്ടെ, കണ്ണൂരാലെ തൊട്ട് കളിക്കരുത് അല്ലേ? കണ്ണൂരാലെ തൊട്ട് കളിക്കരുത്. ആൽഫിന് അവൾ കോഴിക്കോടാണ്, കണ്ണൂരല്ല. ഇവിടെ കണ്ണൂർ, അപ്പുറത്തെ കാര്യം കോഴിക്കോടാ. എന്റെ കാലം ഇവിടെ വെച്ചാൽ കണ്ണൂർ, എന്റെ കാലം ഇവിടെ വെച്ചാൽ കോഴിക്കോട്. അങ്ങനെയാണ് നമ്മൾ ചെന്ന് ഇവിടെ വീട് കോഴിക്കോട്. കോഴിക്കോട് നടുക്ക്. സത്യസന്ധമായിട്ട് വീട് പട്ടിക്കാടാ നമ്മള് പറഞ്ഞ പിന്നെ ടൗൺ ഏരിയ ഒരു ഹൈവേ വന്നോണ്ടായി ടൗൺ ഏരിയ അല്ലെങ്കിലോ അവളുടെ വീടിന്റെ വഴി പോലെ ഏത് 100 കൂടെ പോണേ? മാസത്തിന് 3 ദിവസമാ. ആയിക്കോട്ടെ. അപ്പൊ ഇനി ഞങ്ങളും പോട്ടെ, വീട്ടിൽ പോട്ടെ. ഒരു പേര് അയ്യോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കഥകളും ഇവിടെ അവസാനിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ.